കഥനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥനത്തിൽ ഇന്ന് ശ്രീനി ഇളയൂർ എഴുതിയ പത്മരാഗമാളിക എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥ, അപരജീവിതം. മകനെ സ്കൂളിൽ പറഞ്ഞയച്ച് ധനപാലൻ പതിവ് പോലെ അങ്ങാടിയിലേക്ക് ഇറങ്ങി. ഭാര്യ ഒളിച്ചോടിപ്പോയതിനു ശേഷം ധനപാലൻ അധിക സമയം വീട്ടിലിരിക്കാറില്ല. വേലായുധൻ്റെ ചായക്കടയിൽ കട്ടൻ ചായ കുടിച്ചും പത്രം നോക്കിയും റേഡിയോ കേട്ടും ആരോടൊക്കെയെങ്കിലും വർത്തമാനം പറഞ്ഞ് നേരം കളയാറാണ് പതിവ്. 2 മണിവരെ ചായക്കട തന്നെയാണ് ധനപാലൻ്റെ വീട്. കട്ടൻ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് ദാമോദരൻ കടയിലേക്ക് കയറി ചെന്നത്. ധനപാല, നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. അതിനെന്താ, ഞാൻ എന്നും ഈ നേരത്തെ ഇവിടെ ഉണ്ടാവുന്ന ദാമോട്ടനെ അറിയണതല്ലേ? എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും കർണാടകത്തിലുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ വകയിലൊരു ബന്ധു മംഗലാപുരത്തുണ്ട്. 10-11 കൊല്ലം മുമ്പ് മംഗലാപുരത്തേക്ക് പണി കിട്ടുമോ എന്നറിയാൻ പോയതാ. ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. മംഗലാപുരത്തല്ല, വേറെ എവിടെയെങ്കിലും എൻ്റെ അടുത്ത ബന്ധുക്കളായിട്ട് ആരെങ്കിലും? ഏയ് ഇല്ല. എന്തേ ദാമോട്ടാ ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ? എന്നാ വേറൊന്ന് ചോദിച്ചോട്ടെ, എൻ്റെ തറവാട്ടുകാർ ശരിക്കും എവിടെ നിന്ന് വന്നവരാ? അതൊന്നും എനിക്കറിയില്ല. നിന്റെ അറിവിൽ എൻ്റെ അച്ഛനും മുത്തച്ഛനും ഈ നാട്ടിൽ തന്നെ ജനിച്ചോരാ. അതിൻ്റെ മോളിക്കൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എന്താ ദാമോട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? നിനക്കറിയാലോ, ലോറിയായിട്ട് ഞാൻ കർണാടക മുഴുവൻ ചുറ്റണ ആളാണെന്ന്. നല്ല കാലിവളം ഉണക്കി പൊടിച്ചത് ചാക്കാക്കി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ മുഴുവനും കൊടുക്കല കഴിഞ്ഞ 15 കൊല്ലമായിട്ട് എൻ്റെ ഏർപ്പാട്. ഇപ്പം ലോറിയും എൻ്റെ സ്വന്തം. ഇക്കണ്ട കാലത്ത് കർണാടകത്തിൽ ഞാൻ പോവാത്ത നാടൊന്നുമില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എല്ലാ ജില്ലയിൽ കൂടി ഞാൻ പോയിട്ടുണ്ട്. പേര് പറഞ്ഞാൽ അറിയണ എല്ലാ ടൗണിൽ കൂടി ഞാൻ വണ്ടി ഓടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ പോക്കിൽ ഞാനൊരു സ്ഥലത്തെത്തിപ്പെട്ടു. അതേതു സ്ഥലം? ഈ 15 കൊല്ലത്തിനിടയിൽ ഒരിക്കലും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഇക്കുറി പോവേണ്ടി വന്നത്. ഉടുപ്പിയിൽ തങ്ങിയപ്പോൾ താമസിച്ച ലോഡ്ജിൽ നിന്നാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത്. നാടൻ തീറ്റ കൊടുത്ത് വളർത്തുന്ന പശുവിൻ്റെയും എരുമേൻ്റെയും ഒക്കെ ചാണകം കിട്ടുന്ന ഫാമുകളുള്ള ഒരു സ്ഥലമുണ്ടെന്ന് ലോഡ്ജിൻ്റെ മാനേജറാണ് പറഞ്ഞത്. കേട്ടപ്പോൾ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് എനിക്കും തോന്നി. അയാൾ ചില മുന്നറിയിപ്പുകളൊക്കെ തന്നിരുന്നു. അതൊക്കെ കേട്ടിട്ടും ഞാൻ ഹലിസഘട്ട എന്ന ദേശത്ത് പോവാൻ തീരുമാനിച്ചു. എന്ത് മുന്നറിയിപ്പുകൾ? ഹലിസഘട്ട എന്ന ഗ്രാമം മൊത്തത്തിൽ കുറച്ച് പിന്നോട്ടാണത്രേ. അതായത് ഒരു 10-20 കൊല്ലം മുമ്പുള്ള വികസനേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതൊന്നും പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ എത്തിയപ്പോഴാ ശരിക്കും ഞെട്ടിയത്. അതെന്തേ? 10-40 കൊല്ലെങ്കിലും മുമ്പ് നമ്മുടെയൊക്കെ നാട് എങ്ങനെയായിരുന്നു? അതുമാതിരിത്തെ ഒരു ഗ്രാമം. റോഡെന്ന് പറയണ ഒരു സാധനം അവിടെ ഇല്ല. ഇപ്പോഴും കാളവണ്ടിയ പ്രധാന വാഹനം. ഞാൻ എങ്ങനെയൊക്കെയോ ലോഡ്ജുകാരൻ പറഞ്ഞ വഴി കൂടെ പോയി അവിടെ ലോറി കൊണ്ട് ചെന്നപ്പോൾ ആളുകളൊക്കെ ലോറി കാണാൻ വേണ്ടി ചുറ്റും കൂട്ടം കൂടി. ലോറി കാണാനോ? അതെ, അവിടെ അടുത്തൊന്നും ടയറുള്ള വാഹനങ്ങൾ എത്തിയിട്ടില്ല. എനിക്ക് നന്നായിട്ട് കന്നഡയിൽ പറയാനറിയാം. എന്നാലോ അവിടെ ഓല് പറയണത് വേറൊരു തരം കന്നഡയാണ്. മുഴുവനും മനസ്സിലാവില്ല. അല്ല ദാമേട്ടാ, നിങ്ങൾ ചാണകം എടുക്കാൻ ഒരു കുഗ്രാമത്തിൽ പോയത് മനസ്സിലായി. പക്ഷെ ആദ്യം എന്നോട് ചോദിച്ചതും ഇതുമായിട്ട് എന്താ ബന്ധം? ഈ പടയ്ക്കാതെ നിൽക്ക്, ഞാൻ അയിലിക്കാണ് വരുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഫാമിനെ കുറിച്ച് ചോദിക്കാൻ അവിടെ ആകെയുള്ള അങ്ങാടിയിലൊന്ന് കറങ്ങി. അങ്ങാടിയിൽ നിന്നൊന്നും പറയാൻ പറ്റൂല. എന്താ ഞാൻ പറയുക, ഒരു നാട്ടുചന്ത, പനയോല കൊണ്ടുണ്ടാക്കിയ കുറേ ഷെഡുകൾ. അവിടെ എല്ലാം ഉണ്ട്. കൊല്ലൻ്റെ ആലിയും പഴയ മോഡൽ ബാർബർ ഷോപ്പും ചെറിയ കാലിച്ചന്തയും പച്ചക്കറിക്കടയും വെളിച്ചെണ്ണ മാത്രം വിൽക്കണ കടയും ഒക്കെ ഉള്ളത്.
മുറുക്കാൻ കൊടുക്കണ കടയാണ് കൂടുതൽ. 4 ഉണ്ട്. മോരും വെള്ളമാണ് കുടിക്കാൻ കിട്ടുക. ഒരു ചായപ്പീടിയാണ് ആകെയുള്ളത്. ഞാൻ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അയാളെ കണ്ടത്. ആരെ? ധനപാല, പറഞ്ഞാൽ വിശ്വസിക്കുന്നു തോന്നണില്ല. എൻ്റെ വല്യച്ഛനെ. ആരെ? കുമാരൻ വല്യച്ഛനോ? മൂപ്പര് മരിച്ചിട്ട് കുറെ കൊല്ലായില്ലേ? പക്ഷെ ആൾ അതന്നെയാന്നാ എനിക്ക് തോന്നിയത്. ഞാൻ അടുത്ത് എന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത്. മൂപ്പരൊരു ഇറച്ചിക്കട നടത്തുമായിരുന്നു. കുമാരൻ വല്യച്ഛൻ വലിയ ഇറച്ചിക്കമ്പക്കാരനായിരുന്നു. അത് യാദൃശ്ചികമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ അവിടെ നടക്കണേൻ്റെ ഇടയിൽ ഒരു ഓല ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. ചോദിച്ചപ്പോഴാണ് അതൊരു സ്കൂളെന്ന് മനസ്സിലായത്. ഞെട്ടിയത് അപ്പോഴല്ല, ആ ഷെഡിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ആളെ കണ്ടിട്ടാ. നിന്റെ അമ്മാവൻ ഉണ്ണിബാലൻ. ധനപാലനൊന്ന് ഞെട്ടി. അയാളുടെ കുടുംബത്തിലെ ഏക സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു സ്കൂൾ മാഷായ ഉണ്ണിബാലൻ. ബാലമ്മാമ കർണാടകത്തിലെ ഏതോ കുഗ്രാമത്തിൽ മാഷായി ജോലി ചെയ്യുന്നുണ്ടെന്നോ? വാദത്തിൻ്റെ അസുഖം കാരണം ബാലമ്മാമ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായിട്ട് കുറേ കൊല്ലങ്ങളായല്ലോ. എന്തിനു പറയുന്നു? പിന്നെ ഞാൻ എൻ്റെ ചുറ്റിക്കറങ്ങലിൽ കാര്യമായിട്ട് ശ്രദ്ധിച്ചത് നിന്റെ വേറെ ഏതെങ്കിലും ബന്ധുക്കളെ അവിടെ കാണുമോ എന്ന് നോക്കാനായിരുന്നു. അങ്ങനെയാണ് അങ്ങാടിയുടെ മൂലയിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന നിന്റെ അളിയനെയും കാലിയോളെ തെളിച്ചുകൊണ്ട് പോകുന്ന നിന്റെ ചെറിയച്ഛനെയും കണ്ടത്. 2 പേർക്കും പ്രായത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങാടിയിൽ 15ഓളം കാളവണ്ടികൾ നിർത്തിയിട്ടിരുന്നു. ഒരു വണ്ടിയിൽ കുറച്ച് മലഞ്ചരക്ക് സാധനങ്ങൾ കയറ്റി അടുക്കി ഏതോ ദേശത്തേക്ക് പോകാനായി കാളവണ്ടി തിരിച്ചപ്പോഴാണ് ഞാൻ ആ വണ്ടിക്കാരൻ്റെ മുഖം ശ്രദ്ധിച്ചത്. നിന്റെ അനുജൻ ശശാങ്കൻ. പക്ഷെ കണ്ടാൽ നിന്റെ ഏട്ടനാണെന്നേ തോന്നും. ദാമേട്ടാ, നിങ്ങൾ ഈ പറയണതൊക്കെ നേരാണോ തമാശയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൂട്ടരൊക്കെ ഏതോ അന്യനാട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കുക? അതിൽ മരിച്ചവരുമുണ്ട്, ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. ധനപാല, സത്യത്തിൽ ഒളിച്ചോടിപ്പോയ നിന്റെ ഭാര്യ ദേവയാനി ആ നാട്ടിലുണ്ടാവുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ഞാൻ പല പെണ്ണുങ്ങളെ അടുത്ത് പോയി നോക്കി. ഓളെ മാത്രം കണ്ടില്ല. ഓള് ആരൊപ്പാ പോയത്, എങ്ങോട്ടാ പോയത് എന്നൊക്കെ വല്ല വിവരം കിട്ടിയോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും കാട്ടിക്കൂട്ടലാ. പോയത് എനിക്കല്ലേ, അതിൻ്റെ സങ്കടം എനിക്കും എൻ്റെ ചെക്കനും മാത്രം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ സ്റ്റേഷനിൽ പോയി ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് ഒറ്റ മറുപടിയുള്ളൂ, വിവരം വല്ലതും കിട്ടിയാൽ അറിയിക്കാന്ന്. പോയിട്ട് 1 കൊല്ലാവാറായി. ദേവയാനി പോയപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയിരുന്നോ? വീട്ടിൽ കയറി വരുമ്പോൾ ഓളധികം സ്വർണ്ണമൊന്നും ആയിട്ടല്ല വന്നത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു വീട്ടിൽ. അതുപോലെ കുറി കിട്ടിയ കുറേ പൈസയും. അത് രണ്ടും ഓള് കൊണ്ടുപോയി. എൻ്റെ മനസമാധാനവും. ആരൻ്റെ ഒപ്പാ പോയതെന്ന് വല്ല ധാരണയും കിട്ടിയോ? നാട്ടിലത്തെ ലോഡ്ജിൽ മുഴുവന് ബംഗാളികളാണ്. ആരൊക്കെയോ വരുന്നുണ്ട് പോകുന്നുണ്ട്. ഏതോ ബംഗാളീൻ്റെ ഒപ്പാ പോയതെന്നാ എൻ്റെ ബലമായ സംശയം. ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് കുറേ തെരച്ചിലൊക്കെ നടത്തി നോക്കിയതാ. പക്ഷെ നമുക്ക് ഈ കൂട്ടരെ കണ്ടാൽ തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ദാമോട്ടൻ പറഞ്ഞത് മുഴുമിക്ക്. ഫാമും തിരഞ്ഞ് നടന്നപ്പോൾ അവിടെ ഒരു ഫാമൊന്നുമല്ല, നിരവധി ഫാമുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മലകളും പുൽവേടുകളും ധാരാളമായുണ്ട്. പശുക്കളെയും എരുമകളെയും അഴിച്ചു വിട്ടിരിക്കുകയാണ്. 2-3 ഫാമുകളിൽ കയറി ചാണകത്തിൻ്റെ വിലയും മറ്റും ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഇതുവരെ വാങ്ങിയതിൻ്റെ പകുതി വിലയ്ക്ക് സാധനം കിട്ടും. എനിക്ക് എല്ലാ ആഴ്ചയിൽ പോയാലും കൊണ്ടുവരാൻ പറ്റുന്നത്ര സാധനമുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് വലിയൊരു ഫാമിൽ കാര്യങ്ങൾ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഉടമസ്ഥൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. അയാളെ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. അയാൾക്ക് എൻ്റെ അച്ഛൻ്റെ മുഖച്ഛായായിരുന്നു. എൻ്റെ അച്ഛൻ്റെയോ? അതെ, നിൻ്റെ അച്ഛൻ പങ്കജാക്ഷനാണ് വരുന്നതെന്നാണ് ഞാൻ കരുതിയത്. അടുത്ത് വന്നപ്പോഴാണ് കുറേ പ്രായവ്യത്യാസം തോന്നിയത്.
മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. ഞാൻ അയാളോട് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സത്യത്തിൽ അയാൾക്ക് കേരളം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായതേ ഇല്ല. ദാമേട്ടാ, നിങ്ങൾ പറഞ്ഞു വരുന്നത് എൻ്റെ മറ്റൊരു ഫാമിലി പതിപ്പ് കർണാടകത്തിലൊരു കുഗ്രാമത്തിൽ ഇപ്പോഴും ഉണ്ടെന്നാണല്ലോ. ഇത് വല്ലാത്ത അതിശയകരമായിരിക്കുന്നു. എൻ്റെ മുന്നിലപ്പോൾ ഒരു സംശയം കുടുങ്ങി. എൻ്റെ അച്ഛനെപ്പോലെ ഒരാൾ അവിടെയുള്ള സ്ഥിതിക്ക് അയാൾക്കൊരു മകനുണ്ടെങ്കിൽ അയാൾ എന്നെപ്പോലെ ആയിരിക്കുമല്ലോ. ആ കൗതുകത്തിൽ ഞാൻ ആ ഫാമിലെ പണിക്കാരനോട് ഉടമയുടെ മകനെക്കുറിച്ച് അന്വേഷിച്ചു. അയാൾക്കൊരു മകനുണ്ടെന്നും കുറേ കാലമായി പുറത്തെവിടെയാണെന്നും അവൻ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നാണ് കേട്ടതെന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, അയാൾ ധനപാലനെ പോലെ തന്നെ ആയിരിക്കുമെന്ന്. എന്നെപ്പോലെയുള്ള ആളോ? എങ്കിൽ എനിക്ക് അയാളെ ഒന്ന് കാണണമല്ലോ. 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. നീയും വാ. നിന്റെ അപരനെ മാത്രമല്ല എല്ലാ ബന്ധുക്കളെയും ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ വരാം ദാമേട്ടാ. ആദ്യമായിട്ടാണ് ഞാൻ കർണാടകത്തിലേക്ക് പോണത്. അല്ല, നീ ചെറുപ്പത്തിൽ കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് എവിടെയായിരുന്നു? കുറച്ചു കാലം പഴയ മദ്രാസിൽ. അവിടുന്നാണ് ബോംബേക്ക് പോയത്. പിന്നെ കുറേ കാലം അവിടെ ഇവിടെയായിട്ട് കറങ്ങി. എന്നാ ശരി, നീ റെഡി ആയിട്ട് നിന്നോ. പോണത് 2 ദിവസം മുമ്പേ പറയാം. ഉടുപ്പിയിലെത്തിയപ്പോഴാണ് ധനപാലൻ ദാമോദരനോട് പറ്റിയാൽ മൂകാംബികയിൽ ഒന്ന് പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം അറിയിച്ചത്. ദാമോദരൻ വിരോധമൊന്നും പറഞ്ഞില്ല. ലോറി മൂകാംബിക വഴി തിരിച്ചുവിട്ടു. ഒരു ദിവസം മൂകാംബികയിൽ റൂമെടുത്ത് തങ്ങി. പിറ്റേന്ന് കാലത്താണ് ഉത്തര കന്നഡ ജില്ലയിലേക്ക് യാത്രയായത്. നഗരപാതകൾ വിട്ട് ഗ്രാമപാതയിലേക്ക് കടന്നതോടെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായി തുടങ്ങി. ഇനി എത്ര ഉണ്ടാവും? കൂടിയാൽ 2.5 മണിക്കൂർ. ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയ ധനപാലനെ ഹലസിനഘട്ടയിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ ദാമോദരൻ തട്ടി ഉണർത്തി. ഇവിടുന്നാണ് നമുക്ക് തിരിയേണ്ടത്. ഈ വഴിക്ക് ഒരു 15 കിലോമീറ്ററെങ്കിലും പോകണം. കുത്തിക്കുലുങ്ങിയുള്ള ആ യാത്രയിൽ ധനപാലൻ്റെ ദേഹമാസകലം ഇളകിമറിഞ്ഞു. കയ്യും കാലുമൊക്കെ ഓരോ സെക്കൻഡിലും ഊരിത്തെറിച്ചു പോകുന്നത് പോലെ. ധനപാലൻ ദാമോദരനെ നോക്കി. അയാൾക്ക് യാതൊരു ഭാവവ്യത്യാസവുമില്ല. ഹലസിനഘട്ട ഗ്രാമചന്തയ്ക്ക് കുറേ മുന്നേയായി ലോറി നിർത്തി 2 പേരും പുറത്തിറങ്ങി. ദാമോദരൻ ധനപാലനെ ചന്ത മുഴുവൻ ചുറ്റിക്കാണിച്ചു കൊടുത്തു. ധനപാലന് തൻ്റെ കൂട്ടക്കാരാരെയെങ്കിലും കാണാനാകുമോ എന്നതിലായിരുന്നു ശ്രദ്ധ. നടത്തത്തിനിടയിൽ ധനപാലൻ്റെ ബന്ധുക്കളെ പലയിടങ്ങളിൽ വെച്ച് ദാമോദരൻ കാണിച്ചു കൊടുത്തു. ഇറച്ചിക്കടയിൽ പണിയിലേർപ്പെട്ടിരിക്കുന്ന കുമാരൻ വല്യച്ഛനെ കണ്ട് ധനപാലൻ ഞെട്ടി. ദാമോദരൻ കളവ് പറഞ്ഞതല്ല എന്നയാൾക്ക് ബോധ്യമായി. പരിചയമുള്ള ആര് കണ്ടാലും ആദ്യ കാഴ്ചയിൽ ഇത് തൻ്റെ വല്യച്ഛൻ കുമാരൻ തന്നെ. അളിയനും കൂട്ടുകാരും കമ്പും കല്ലും ഉപയോഗിച്ചുള്ള ഒരു കളിയിലേർപ്പെട്ടിരിക്കുകയായിരുന്നു. ദാമേട്ടാ, നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ ശരിക്കും വിശ്വസിച്ചിരുന്നില്ല. അതൊന്നും നുണയല്ലാന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. കണ്ടാ ശരിക്കും എൻ്റെ കൂട്ടക്കാർ തന്നെ. ആ ഷെഡിൽ പോയാൽ നിന്റെ മാമന് ഉണ്ണിബാലൻ മാഷ് പഠിപ്പിക്കുന്നത് കാണാം. ഇപ്പോൾ വേണ്ട. നമുക്ക് പോകാനുള്ള ഫാമിലേക്ക് കുറച്ച് ദൂരമുണ്ട്. നമുക്ക് ഓരോ മോരുവെള്ളം വാങ്ങി കുടിക്കാം. മോരും വെള്ളം കുടിച്ച് മുറുക്കാനുള്ളത് മേടിച്ച് അവർ നടന്നു തുടങ്ങി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മലയുണ്ട്, കുന്നുണ്ട്, പാടുണ്ട്, കുറ്റിക്കാടുണ്ട്, ഇടയിലൊക്കെ ചെറിയ തോടുകളും. നമ്മുടെ നാട്ടിലെ മാതിരി മഴയൊക്കെ നന്നായി കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്, ധനപാലൻ അഭിപ്രായപ്പെട്ടു. ദാമോദരൻ ധനപാലൻ്റെ അച്ഛൻ്റെ രൂപമുള്ള ആൾ നടത്തുന്ന ഫാമിലേക്ക് നേരെ കയറി ചെന്നു. നേരത്തെ വന്ന പരിചയത്തിൽ ജോലിക്കാരനുമായി കന്നഡയിൽ സംസാരിച്ചു. പിന്നെ മുതലാളിയുടെ മകനെത്തിയോന്ന് അന്വേഷിച്ചു. ഇതുവരെ ഫാമിലുണ്ടായിരുന്നു. കുറച്ചു നേരം മുന്നേ പുറത്തെവിടെയോ പോയി. അവർ അയാൾ വരാനായി കാത്തിരുന്നു. ദൂരെ നിന്നേ അയാൾ വരുന്നത് കണ്ട് ധനപാലൻ ഞെട്ടിപ്പോയി.
തനിക്ക് ജ്യേഷ്ഠനുണ്ടായിരുന്നെങ്കിൽ അയാളെപ്പോലെ തന്നെയാവുമെന്ന് അവന് തോന്നി. തങ്ങളെ കടന്നു പോകുമ്പോൾ ധനപാലൻ അയാളെ തുറിച്ചു നോക്കി. അയാളും ധനപാലൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയത് ദാമോദരൻ ശ്രദ്ധിച്ചു. എന്താ ധനപാല, നിനക്ക് വിശ്വാസമായില്ലേ? അത് നീയാണോ നിന്റെ ഏട്ടനോ? ഇനി കുറച്ചു നേരം കൂടി നിന്ന നിന്റെ അച്ഛനെയും കാണാം. വേണ്ട, ഈ ദേശത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം. നീ ഇങ്ങനെ പേടിച്ചാലോ? പേടിയുണ്ടായിട്ടല്ല, പക്ഷേ ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ ഒരു വല്ലായ്മ ഉണ്ടാവുന്നുണ്ട്. ദാമോദരൻ വീണ്ടും ജോലിക്കാരൻ്റെ അടുത്തു ചെന്ന് മുതലാളിയുടെ മകൻ ഇത്രയും കാലം എവിടെയായിരുന്നെന്ന് അന്വേഷിച്ചു. ജോലിക്കാരൻ ചുറ്റും നോക്കി ആരും അടുത്തില്ലെന്ന് ഉറപ്പായപ്പോൾ രണ്ടുപേരോടുമായി പറഞ്ഞു, ജയിലിൽ പരോളിന് വന്നതാ. ജയിലിലോ? എന്തിന്? ഭാര്യയെ വെട്ടിക്കൊന്ന കേസിൽ. ഇയാൾ ഭാര്യയെ കൊന്നെന്നോ? ഭാര്യയെ കൊന്ന് ചാണകക്കുഴിയിൽ പൂഴ്ത്തി. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ആരോ ഒറ്റിക്കൊടുത്തപ്പോഴാ പോലീസ് വന്ന് തെരഞ്ഞത്. അപ്പോഴാ മുതലാളി കുടുങ്ങിയത്. ജോലിക്കാരൻ കന്നഡയിൽ പറഞ്ഞതെല്ലാം ദാമോദരൻ ധനപാലന് വിശദീകരിച്ചു കൊടുത്തു. എന്താ അയാളുടെ ഭാര്യയുടെ പേരെന്ന് ചോദിക്ക്. എന്തായിരുന്നു അവരുടെ പേര്? ദേവയാനി. അതുകേട്ട് രണ്ടുപേരും ഒരേ സമയം ഞെട്ടിപ്പോയി. ധനപാലൻ്റെ ഭാര്യയുടെ അതേ പേര്. ദാമോദരൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പ്രവഹിച്ചു. ധനപാലൻ്റെ ഭാര്യ ആരുടെയോ കൂടെ ഒളിച്ചോടി കാണാതായിരിക്കുന്നു. ഇവിടെ ധനപാലൻ്റെ അപരനാകട്ടെ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്ന് ചാണകക്കുഴിയിൽ താഴ്ത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ധനപാലനും... പെട്ടെന്നാണ് ദാമോദരൻ ധനപാലൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അവൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു. രണ്ടുപേരും പിന്നീട് ഒന്നും പറയാൻ നിൽക്കാതെ തിരിച്ചു നടന്നു. ലോറി തിരിച്ചോടിക്കുമ്പോൾ ദാമോദരൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. കുറച്ചു നേരമായി ധനപാലൻ ദാമോദരനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് തോന്നി. പ്രധാന റോഡിലെത്തി ആദ്യം കണ്ട ഹോട്ടലിന് മുൻപിൽ ലോറി നിർത്തി ഇരുവരും ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് നടന്നു. ദാമേട്ടന് എന്താ പറ്റിയത്? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഹോട്ടലിന് മുന്നിലെ ചരുവത്തിൽ നിന്നും കൈ കഴുകുമ്പോൾ ധനപാലൻ ചോദിച്ചു. വല്ലാത്ത വിശപ്പ്, അതുകൊണ്ടാവും. കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര കഴുകിയിട്ടും കയ്യിലെ പൊടിയും ചളിയും പോകുന്നില്ലെന്ന് ദാമോദരന് തോന്നി. ഇടയ്ക്ക് അയാൾ ഒളികണ്ണിട്ട് ധനപാലനെ നോക്കി. ഭയങ്കര വിശപ്പുണ്ടെന്ന് പറഞ്ഞ ദാമോദരൻ പക്ഷേ ഭക്ഷണം കുറച്ചേ കഴിച്ചുള്ളൂ. നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയോ? വലിയ വണ്ടി ഇതുവരെ ഞാൻ ഓടിച്ചിട്ടില്ല. 1 ലോഡ് ചാണകം നിറച്ച് പോരണമെന്ന് കരുതിയാണ് ലോറിയുമായി പോന്നത്. ഇപ്പോഴിതാ കാലിയായ വാഹനവുമായി തിരിച്ചു പോവുകയാണ്. വഴിയിൽ എവിടെയെങ്കിലും നിർത്തി ലോറിയിൽ ലോഡ് നിറയ്ക്കണോ? ഒന്നിനും വയ്യ. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നായിരുന്നു ദാമോദരൻ്റെ ഉള്ളിൽ. മനസ്സ് മുഴുവൻ സ്വന്തം നാട്ടിലായിരുന്നു. അവിടെ ധനപാലൻ താമസിക്കുന്ന വീട്. ആ വീട്ടിൽ പശുത്തൊഴുത്തോ ചാണകക്കുഴിയോ ഇല്ല. പക്ഷേ 2 വീട് അപ്പുറത്ത് ഇപ്പോൾ ആരും താമസിക്കാത്ത അവൻ്റെ തറവാട്ട് വീട്ടിൽ വലിയൊരു ചാണകക്കുഴിയുണ്ട്. മഴക്കാലത്ത് ചാണകം നിറഞ്ഞൊഴുകുന്ന ആഴമുള്ളൊരു കുഴി. അതിൻ്റെ അടിയിൽ എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ച ദേവയാനിയുടെ ബോഡി ഉണ്ടാകുമോ? സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്ന് ചാണകക്കുഴിയിൽ പൂഴ്ത്തി ഭാര്യയെ കാണാനില്ലെന്ന് പരാതി കൊടുത്തവനാണ് തൻ്റെ തൊട്ടരികിലിരിക്കുന്നതെന്ന ചിന്ത ദാമോദരനെ കൂടുതൽ ജാഗരൂകനാക്കി. തനിക്ക് സംശയമുണ്ടെന്ന് തൻ്റെ പെരുമാറ്റം കൊണ്ട് അവൻ അറിയരുത്. അറിഞ്ഞാൽ ഒരു പക്ഷേ ഇത് തൻ്റെ അന്ത്യയാത്രയാവാം. എന്തിനായിരിക്കും ധനപാലൻ ദേവയാനിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? അവളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനോ? അതോ സംശയരോഗം തന്നെ ആയിരിക്കുമോ? ഒരർത്ഥത്തിൽ അവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ രഹസ്യം അറിയാൻ കഴിഞ്ഞത്. ഹസിനഘട്ടയിലെ ധനപാലൻ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ചാണകക്കുഴിയിൽ താഴ്ത്തിയതുകൊണ്ട് ഈ ധനപാലനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാനാകുമോ? എന്തോ കാരണത്താൽ ധനപാലനും അവൻ്റെ ബന്ധുക്കളും തന്നെയാണ് ഹസിനഘട്ടയിൽ താമസിക്കുന്നത്. വ്യത്യസ്ത കാലഘട്ടത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് ധനപാലൻ തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതാകാനാണ് കൂടുതൽ സാധ്യത. തൻ്റെ മൗനം കൊണ്ട് അവൻ താനെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് ഊഹിച്ചിരിക്കുമോ? അങ്ങനെയെങ്കിൽ അവൻ നിശബ്ദനായി എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയായിരിക്കും. അവൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ കയ്യെത്തും ദൂരത്ത് വണ്ടിയിലെ ആയുധങ്ങളുണ്ട്. ജാക്കി ലിവർ കൊണ്ട് തൻ്റെ തലയിൽ ഒരൊറ്റ അടിയടിച്ചാൽ താൻ ആ നിമിഷം മരിച്ചു വീഴും.
പോകുന്ന വഴിയിലെ ഏതെങ്കിലും കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വണ്ടിയുമായി അവൻ പോകും. ഓടിക്കാൻ അറിയില്ലെന്ന് നുണ പറഞ്ഞതാകാം. ആലോചിക്കും തോറും ദാമോദരൻ്റെ കയ്യും കാലും തളർന്നു തുടങ്ങി. ലോറി വഴിയിൽ എവിടെയെങ്കിലും കിട്ടിയ വിലയ്ക്ക് വിറ്റ് അവൻ നാട്ടിലെത്തും. തൻ്റെ കൂടെ അവൻ പോന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അവനിപ്പോൾ മനസ്സിൽ തന്നെ കൊല്ലാനുള്ള മാർഗങ്ങൾ മെനഞ്ഞെടുക്കുകയാവും. ആളില്ലാത്ത എത്രയോ വഴികളിലൂടെ പോകാനുണ്ട്. ഒറ്റ മനുഷ്യനെപ്പോലും കാണാതെ എത്രയോ കിലോമീറ്ററുകൾ തുടർച്ചയായി പോകാനുള്ളതാണ്. നിവൃത്തിയുണ്ടെങ്കിൽ ആൾപ്പെരുമാറ്റമുള്ള നഗരങ്ങളിലൂടെ മാത്രം പോയാൽ കുറച്ചെങ്കിലും രക്ഷയായിരുന്നു. പക്ഷേ കർണാടകത്തിൽ അത് സാധിക്കില്ല. ഉടുപ്പിയെങ്കിലും എത്തിച്ചേർന്നാൽ ചെറിയൊരു സമാധാനമുണ്ടായിരുന്നു. പക്ഷേ ഉടുപ്പി കഴിയുമ്പോഴേക്കും രാത്രിയായി തുടങ്ങും. ലോഡ്ജ് എടുത്ത് കൂടണോ? ഏതാണ് തൻ്റെ ജീവന് നല്ലത്? ലോഡ്ജിനേക്കാൾ സുരക്ഷിതം തൻ്റെ ഈ വണ്ടിയല്ലേ? എന്തു വന്നാലും ഓടിക്കുക തന്നെ. ചിലപ്പോൾ വഴിയിൽ വെച്ച് എന്തെങ്കിലും മാർഗം തെളിഞ്ഞാലോ? ഏതോ നാട്ടിൽ കിടക്കുന്ന തൻ്റെ മുഖഛായയുള്ള ഒരുത്തൻ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നെന്ന് കരുതി താനും അതുപോലെ ചെയ്തെന്നാണോ ദാമുവേട്ടൻ കരുതുന്നത്? അയാളുടെ ഭാര്യയുടെ പേരും തൻ്റെ ഭാര്യയുടെ പേരും ഒന്നായതിന് താനാണോ കുറ്റക്കാരൻ? തൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയതാണെന്ന് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അപ്പോഴാണ് ഇയാൾ ഇങ്ങനെ മിണ്ടാട്ടമൊന്നുമില്ലാതെ എന്തോ പകയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് വണ്ടി ഓടിക്കുന്നത്. ദേവയാനിയുടെ വാർത്തയറിഞ്ഞ് എന്താണ് ഇയാൾക്കിത്ര ബേജാറ്? ദാമുവേട്ടന് തൻ്റെ ഭാര്യയോട് എന്തെങ്കിലും അടുപ്പമുണ്ടായിരുന്നോ? അയാളുടെ ഏതോ അകന്ന ബന്ധുവായിരുന്നെന്ന് ആദ്യകാലത്ത് കേട്ടിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ വീട്ടിൽ വരാറൊന്നുമില്ലായിരുന്നു. ഇനി താനില്ലാത്ത സമയങ്ങളിൽ ഇയാൾ ദേവയാനിയെ കാണാൻ വീട്ടിൽ വന്നിരുന്നോ? ദേവയാനിയുടെ കാമുകന്മാരിൽ ഒരാളായിരിക്കുമോ ദാമുവേട്ടൻ? അങ്ങനെയെങ്കിൽ ഫാമിലെ ജീവനക്കാരൻ പറഞ്ഞത് അയാളെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകും. അപ്പോഴും സത്യാവസ്ഥ എന്തെന്ന് തന്നോട് ചോദിക്കുകയല്ലേ വേണ്ടത്? എന്തായിരിക്കും ദാമുവേട്ടൻ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരെ ലോറിയുമായി നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഇൻസ്പെക്ടറോട് ഇതാ ദേവയാനി ഒളിച്ചോടിയതല്ല, ഇവൻ വെട്ടിക്കൊന്ന് ചാണകക്കുഴിയിൽ പൂഴ്ത്തിയതാണ് എന്ന് വിളിച്ചു പറയാനോ? അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ ദാമുവേട്ടൻ എന്തു പറയും? എവിടെ നിന്നാണ് തനിക്ക് വിവരം കിട്ടിയതെന്ന് ചോദിച്ചാലോ? അതിനെന്തുത്തരം പറയും? ബോഡി പൂഴ്ത്തിയ ചാണകക്കുഴി എവിടെയെന്ന് ചോദിച്ചാലോ? തൻ്റെ വീട്ടിൽ ഇപ്പോൾ തൊഴുത്തുപോലുമില്ല. പിന്നെ നാട്ടിലുള്ള എല്ലാ ചാണകക്കുഴിയും വറ്റിച്ചു നോക്കേണ്ടി വരില്ലേ? അവിടെയൊക്കെ കയ്യാമവുമായി താനും കൂടെ പോകേണ്ടി വരും. ചിലപ്പോൾ തന്നെ തല്ലി ചതച്ചാൽ ഏതെങ്കിലും ചാണകക്കുഴി താൻ തന്നെ കാട്ടിക്കൊടുക്കേണ്ടിയും വരും. അച്ഛനെ കയ്യാമം വെച്ച് നടത്തിക്കൊണ്ടു പോകുന്നത് മകൻ കണ്ടാലോ? അമ്മയെ കൊന്നത് അച്ഛനാണെന്ന് നാട്ടുകാർ പറയുന്നത് അവൻ വിശ്വസിച്ചാലോ? പിന്നെ ഒരിക്കലും തന്നെ അവൻ അച്ഛനെന്ന് വിളിക്കില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ അനുവദിക്കരുത്. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ നിൽക്കാതെ ഇത് താനും ധനപാലനും തമ്മിലുള്ള വിഷയമായതുകൊണ്ട് തങ്ങൾ തമ്മിലാണ് തീർക്കേണ്ടതെന്ന് തീരുമാനിക്കുമോ? തൻ്റെ ഇഷ്ടക്കാരിയായിരുന്ന ദേവയാനിയെ കൊന്നുതള്ളിയ ധനപാലനോട് കണക്ക് തീർക്കേണ്ടത് നിയമവും പോലീസും ഒന്നുമല്ല, താൻ ഒറ്റയ്ക്കാണ് എന്ന് ദാമുവേട്ടൻ തീരുമാനിച്ചാലോ? ഈ നീണ്ട യാത്രയിൽ എവിടെയെങ്കിലും ദാമുവേട്ടൻ നേരിട്ട് തന്നെ പ്രതികാരം വീട്ടാൻ തുനിഞ്ഞാലോ? ഇവിടെ തനിക്ക് സഹായത്തിനെത്താൻ ആരുമില്ല. ദാമുവേട്ടൻ സ്ഥിരമായി ലോറിയുമായി പോകുന്ന വഴിയാണ്. അയാൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നല്ല പരിചയമായിരിക്കും, ചിലപ്പോൾ ചില ആളുകളെയും. അങ്ങനെയെങ്കിൽ ദാമുവേട്ടനിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്കൊരു മാർഗവും ഉണ്ടാവില്ല. ഈ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ പോലും തനിക്ക് രക്ഷപ്പെടാനാവില്ല. എന്തായാലും താൻ കൊല്ലപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ ദാമുവേട്ടൻ്റെ കയ്യാൽ, അല്ലെങ്കിൽ പോലീസിൻ്റെയോ നിയമത്തിൻ്റെയോ കയ്യാൽ. അതിലും ഭേദം ദാമുവേട്ടൻ കൊല്ലപ്പെടുന്നതല്ലേ? ശരിയാണ്, അതാണൊരു പോംവഴി. അയാൾ തന്നെ കൊല്ലുന്നതിനു മുമ്പ് അയാളെ എങ്ങനെയെങ്കിലും വകവരുത്തുക. പക്ഷേ എങ്ങനെ? തനിക്കൊരവസരം കിട്ടുമോ? രാത്രിയിലും വണ്ടി നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല. എവിടെയെങ്കിലും നിർത്തുമെന്നാണ് കരുതിയത്. നിർത്താൻ പറയാനൊരു പേടി. ഈ കാട്ടിൽ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഈ കാടൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. പെട്ടെന്ന് വണ്ടി ഒരു വലിയ ശബ്ദത്തോടെ നിന്നു. എന്താ ദാമുവേട്ടാ? ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെയായിരുന്നു ധനപാലൻ്റെ ചോദ്യം.
നോക്കട്ടെ എന്നും പറഞ്ഞ് ദാമോദരൻ ലോറിയിൽ നിന്നിറങ്ങി. ലോറിയുടെ ബീം ലൈറ്റിൽ കാടിന് നടുവിലെ റോഡ് കുറേ ദൂരത്തിൽ തെളിഞ്ഞു കാണാം. ചുറ്റുപാടും കനത്ത ഇരുട്ട് മാത്രം. ദാമേട്ടാ, നിങ്ങൾ എവിടെയാ? വണ്ടിക്ക് എന്താ പറ്റിയത്? ക്യാബിനിൽ ഇരുന്നു കൊണ്ട് തന്നെ ധനപാലൻ വിളിച്ചു നോക്കിയെങ്കിലും മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ ലോറിയിൽ നിന്നിറങ്ങി. വണ്ടിയുടെ മുൻഭാഗത്തെ പ്രകാശത്തിൽ ആരുമില്ല. പിന്നെ ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി. ആ കാഴ്ചയിൽ ഭയം കൊണ്ട് കാലിനടിയിൽ നിന്നും ഒരു വിറയൽ മിന്നൽ പോലെ നട്ടലിലേക്ക് കയറി. രക്തം തലച്ചോറിലേക്ക് ഇരമ്പിയെത്തി. ലോറിയിൽ നിന്നിറങ്ങുമ്പോൾ അരയിൽ തിരുകിയ ഇരുമ്പുവടിയിൽ ധനപാലൻ കൈമുറുക്കി.